സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് കൂടി ഭയങ്കര ഷോപ്പിംഗ് ആണല്ലോ. നിന്റെ ആ പഴയ പിശുക്കൊക്കെ അങ്ങ് മാറിയോ? പിടിച്ചോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓക്കെ? ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ മുന്നോടിയായി വടക്കാഞ്ചേരിയിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു. തളിക്കാവ് ക്ഷേത്ര മൈതാനിയിൽ മാർച്ച് 8-നാണ് സമ്മേളനം നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ശ്രുതി സതീഷ് അധ്യക്ഷത വഹിച്ചു. വർത്തമാന സാഹചര്യത്തിൽ അമ്മമാരുടെ പങ്ക്, മാതൃകാ ഹിന്ദു കുടുംബം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ദേശമംഗലം ഓങ്കാരാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെമ്പാടും ഈ ഒരു മാസക്കാലം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുന്നു. ഹൈന്ദവ ശാക്തീകരണത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം വിളിച്ചോതുന്ന നിരവധി പരിപാടികൾ കേരളക്കരയെ, ഹൈന്ദവ സമാജത്തെ ഉണർത്തുകയും മുന്നോട്ടുള്ള യാത്രയിൽ ആ ഉണർവ് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇങ്ങനെയൊരു കൂട്ടായ്മയും പ്രവർത്തനവും എന്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടു, അതെങ്ങനെ രൂപം കൊണ്ടു എന്നതൊക്കെ വർത്തമാനകാല സംഭവങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഭാരതീയ പൈതൃകവും ലോകോത്തരമായ നമ്മുടെ സംസ്കൃതി അനുശാസിക്കുന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് വ്യക്തിപരവും കുടുംബ സംബന്ധവും സാമൂഹിക മേഖലയിലുമൊക്കെ തനതായ സംഭാവനകളെ നൽകിക്കൊണ്ട് സമാജത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ആവേശവും പ്രോത്സാഹവും നൽകുന്ന ആശയങ്ങളും ചിന്തകളും പങ്കുവയ്ക്കാനുള്ള അവസരമായിട്ടാണ് ഇങ്ങനെയുള്ള സംഗമങ്ങളെ നാം കാണേണ്ടത്. ഹിന്ദു ഏകതാ സമ്മേളനം സംഘാടക സമിതി അധ്യക്ഷൻ ശശികുമാർ കൊടക്കാടത്ത് ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. മാതൃസമിതി സംയോജക KR മിനി, ഗോപിക മനോജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. You are watching VCV News.